ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ആകർഷണ നിയമം കൊണ്ട് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളെ മാറ്റേണ്ടത്, അതുവഴി നമ്മുടെ ജീവിതത്തെയും ജീവിത സാഹചര്യത്തെയും നമ്മൾ ആഗ്രഹിച്ച രീതിയിലേക്ക് എങ്ങനെ മാറ്റിയെടുക്കാം, അതാണ് നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ആളുകൾക്കൊക്കെ വേണം എന്ന ചിന്തയേക്കാൾ ഏറെ നമ്മുടെയൊക്കെ ഉള്ളിൽ നിറച്ചിരിക്കുന്നത് വേണ്ട, നമ്മൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങളാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെക്കുറിച്ചൊരു അനുഭവ കഥ നമ്മുടെ ഈ പുസ്തകത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. വളരെ രസകരമായിട്ടുള്ളൊരു സ്റ്റോറിയാണ്. ബിൽ ഹാരിസ് അധ്യാപകനാണ്, സെൻട്രൽ പോയിന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥാപകനാണ്. അദ്ദേഹത്തിന് റോബർട്ട് എന്ന് പേരുള്ള പ്രിയങ്കരനായ ഒരു ശിഷ്യനുണ്ടായിരുന്നു, ഒരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. റോബർട്ട് ഒരു ദിവസം അദ്ദേഹത്തിന് ബിൽഹാരിക്ക് ഒരു മെയിൽ അയച്ചു. ആ മെയിലിൽ ഉണ്ടായിരുന്നത് ഇങ്ങനെയാണ്: റോബർട്ട് ഒരു സ്വവർഗാനുരാഗിയായിരുന്നു. അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ വർക്ക് ചെയ്യുന്ന ഓഫീസിലൊക്കെ ധാരാളം മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. സഹപ്രവർത്തകർ അദ്ദേഹത്തെ കളിയാക്കുകയും പരിഹസിക്കുകയും മാനസികമായിട്ട് വല്ലാതെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്തു. മാത്രമല്ല, റോട്ടിലൊക്കെ ഇറങ്ങുമ്പോൾ അദ്ദേഹത്തിന് ആളുകൾ കൂകി വിളിക്കാനും കളിയാക്കാനും തുടങ്ങി. റോബർട്ട് ഒരു കൊമേഡിയൻ ആയിരുന്നു, ഹാസ്യ പരിപാടികൾ അവതരിപ്പിക്കുകയായിരുന്നു. അപ്പോൾ സ്റ്റേജ് പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും ആളുകൾ അദ്ദേഹത്തെ ആ പ്രോഗ്രാം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നതിന് കൂകി വിളിച്ചും കളിയാക്കിയും പരിഹസിച്ചും തടസ്സപ്പെടുത്തിയിരുന്നു. അദ്ദേഹം അങ്ങനെ ഭയങ്കരമായിട്ട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കാൻ തുടങ്ങി. ഓഫീസിൽ പോവാൻ ഭയമായി, റോഡിലിറങ്ങാൻ പേടിയായി. റോഡിലിറങ്ങുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ എന്താ ചിന്ത ഉണ്ടായിരുന്നത്? ഇനി എന്നെ ആരെങ്കിലും കളിയാക്കും, ഓഫീസിലേക്ക് ഞാൻ എങ്ങനെ പോകും? ഈ കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ബിൽഹാരിക്ക് റോബർട്ട് മെയിൽ അയച്ചത്. അതിന് ബിൽഹാരി കൊടുത്ത റിപ്ലൈ എന്താണെന്നറിയോ സുഹൃത്തെ? നിങ്ങൾ വേണ്ട എന്ന കാര്യമാണ് നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ, നിങ്ങൾ ഒരിക്കലും അനുഭവിക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ ആദിയാണ്. അപ്പോൾ അതാണ് നമ്മൾ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ വേണം എന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കൂ, അതിനെപ്പറ്റി മാത്രം ചിന്തിക്കൂ. അങ്ങനെ റോബർട്ട് എന്ത് ചെയ്തു? റോബർട്ടിന്റെ ചിന്തകൾ പയ്യെ പയ്യെ മാറ്റാൻ തുടങ്ങി. റോട്ടിലിറങ്ങുമ്പോൾ ആളുകൾ സൗഹൃദത്തോടെ പെരുമാറുന്നതും, ഓഫീസിലെത്തുമ്പോൾ എല്ലാവരും സ്നേഹത്തോടെ പെരുമാറുന്നതും, തൻ്റെ കോമഡി പ്രോഗ്രാം ഭംഗിയായിട്ട് അവതരിപ്പിക്കുന്നത് അയാൾ മനസ്സിൽ സങ്കല്പിക്കാൻ തുടങ്ങി. അത്ഭുതമെന്ന് പറയട്ടെ, ഒരു 2 ആഴ്ചക്കുള്ളിൽ ഓഫീസിൽ അയാൾ ചെല്ലുമ്പോൾ എല്ലാവരും അയാളോട് സൗഹൃദപരമായിട്ട് പെരുമാറാൻ തുടങ്ങി. മാത്രമല്ല, കുറച്ച് പേര് അവിടുന്ന് ട്രാൻസ്ഫർ ആയിട്ട് പോയി. റോഡിൽ ഇറങ്ങുമ്പോൾ ആളുകൾ അയാളോട് സ്നേഹത്തോടെ സൗഹൃദത്തോടെ പെരുമാറാൻ തുടങ്ങി. അയാളുടെ കോമഡി പ്രോഗ്രാം, അയാളുടെ ഹാസ്യ പരിപാടി അയാൾ അതിഗംഭീരമായിട്ട് അവതരിപ്പിക്കുകയും അതുവഴി അയാൾക്ക് ധാരാളം പണം ലഭിക്കുകയും ചെയ്തു. അതാണ് നമ്മുടെ ചിന്തയാണ്. കാരണം അദ്ദേഹം എന്താ ചിന്തിച്ചുകൊണ്ടിരുന്ന? റോട്ടിലേക്ക് ഇറങ്ങുമ്പോഴൊക്കെ അയ്യോ, ഇന്നിപ്പോൾ ഇന്നലെ പറഞ്ഞ അയാൾ അതിലും കൂടുതലായിട്ട് പെരുമാറുമോ? ഇന്നലെ കണ്ട സുഹൃത്ത് എന്നോട് കണ്ടപ്പോൾ മുഖം തിരിച്ചു പോയ അയാൾ ഇന്ന് എന്നോട് വേറെ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുമോ? ഇങ്ങനെ നിരന്തരം ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആകർഷിക്കുന്നത് എന്താണ്? ആ നെഗറ്റീവിനെയാണ് നമ്മൾ ആകർഷിക്കുന്നത്. അപ്പൊ നമുക്ക് വേണ്ടത് എന്താണോ അതാണ് നമ്മൾ ആകർഷിച്ചെടുക്കേണ്ടതും ചിന്തിച്ചെടുക്കേണ്ടതും. വേണ്ടാത്തതിനെ, നമ്മൾ ആഗ്രഹിക്കാത്തതിനെ നമ്മൾ എന്തിനാണ് വെറുതെ ചിന്തിച്ചു കൂട്ടുന്നത്? അയാൾ വേണ്ട എന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യത്തിൽ, അയാൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളിൽ, എങ്ങനെയെങ്കിലും ഒഴിവാക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളിൽ മനസ്സ് കേന്ദ്രീകരിക്കുന്ന രീതി ഉപേക്ഷിച്ച് വേണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയതോടെ അയാളുടെ ജീവിതം ആകെ മാറി. അതുപോലെ തന്നെയാണ് നമ്മുടെ ഓരോരുത്തരുടെയും കാര്യങ്ങൾ. എനിക്ക് ജോലി കിട്ടുമോ? ഞാൻ ഈ ഇന്റർവ്യൂവിൽ പോകുമ്പോൾ എന്തായിരിക്കും? എനിക്ക് നന്നായിട്ട് പ്രസന്റ് ചെയ്യാൻ പറ്റുമോ? എന്ത് കാര്യത്തിനായിക്കോട്ടെ, ഏത് കാര്യത്തിന് നമ്മൾ ഇറങ്ങിപ്പെടുമ്പോഴും ആദ്യം ആശങ്കയും ഒഴിവാക്കിയിട്ട് ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മളത് സങ്കല്പിക്കുക, നമ്മളത് നേടുന്നതായിട്ട്, നമ്മളത് വാങ്ങുന്നതായിട്ട്, നമ്മളത് സ്വീകരിക്കുന്നതായിട്ട്, ആളുകളുടെ നമ്മളോട് ബിഹേവ് ചെയ്യുന്നതായിട്ട് ഏറ്റവും നന്നായിട്ട് തന്നെ നമ്മളത് സങ്കല്പിക്കുക. അപ്പോൾ വേണ്ട എന്ന ചിന്ത ഇനി നമ്മുടെ ഉള്ളിൽ വേണ്ട. നമുക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് നിറയ്ക്കുക. അതുപോലെ തന്നെയാണ് നമ്മളൊരു വാക്ക് ഉപയോഗിക്കുന്നത്. ആ വാക്കിൻ്റെ ശക്തി നമുക്ക് ഇതുപോലെ തന്നെ ആകർഷണമാണ്. അപ്പം നമ്മൾ ഒരു സ്ഥലത്തേക്ക് വൈകി എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിക്കുകയാണെങ്കിൽ, നമ്മളെപ്പോഴും പറയും അല്ലേ, വീട്ടിൽ നിന്നൊക്കെ നേരം വൈകി എവിടെയെങ്കിലുമൊക്കെ നമ്മൾ പോവാൻ ഇറങ്ങുകയാണെങ്കിൽ നമ്മൾ പറയില്ലേ, നേരം വൈകി, നമ്മളവിടെ വൈകി എത്താൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അല്ലേ. ആ വൈകി എത്താൻ എന്നുള്ളത് നെഗറ്റീവാണ്. അതിന് പകരം നമുക്ക് എന്ത് ഉപയോഗിക്കാം? നമുക്കവിടെ നേരത്തെ എത്തണം അല്ലേ.
അവനോട് പിരിഞ്ഞിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെ അവളോട് തെറ്റിയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിന് പകരം അവളോട് കൂട്ടായിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അവളോട് സ്നേഹത്തോടെ ഇരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇങ്ങനെ ഓരോ വാക്കിലും നെഗറ്റീവ്സ് ഉണ്ട്. അത് ചിന്തിക്കുക. എന്താണ് നമ്മൾ ഉരുവിടുന്നതിന് മുമ്പ് നമ്മൾ ചിന്തിക്കുക. നമുക്ക് വേണ്ടത് എന്താണോ അത് മാത്രം നമ്മൾ മനസ്സിൽ കരുതിയാൽ മതി, ഭാവനയിൽ കരുതിയാൽ മതി. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികൾ, നമ്മുടെ ചിന്തകൾ മാറ്റിയാൽ നമ്മുടെ ജീവിതം തന്നെ തീർച്ചയായിട്ടും മാറിപ്പോകും. നമ്മൾ നെഗറ്റീവ് ആണോ ചിന്തിക്കുന്നത് എന്ന് നമ്മുടെ ബോഡി നമുക്ക് സിഗ്നൽ തരുന്നുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ പിടിച്ചാൽ പോരെ. അപ്പൊ എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മാത്രമല്ല പലരും പറയുന്നുണ്ട് ചേച്ചി എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ബെല്ലൈക്കൺ ടച്ച് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പൊ എല്ലാവരും ഓൾ എന്ന ഓപ്ഷൻ ടച്ച് ചെയ്യുക, ബെല്ലൈക്കൺ ടച്ച് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ലവ് യു ഓൾ.